വളർത്തുനായയുടെ സഞ്ചയനം നടത്തുക, അതും ക്ഷണക്കത്തടിച്ച് പരിചയക്കാരെ ഒക്കെ വിളിച്ച ഒരു സഞ്ചയനം. കൊല്ലം എഴുകോണിലാണ് വിസ്കി എന്ന കുട്ടപ്പായി എന്ന വിളിപ്പേരുള്ള പഗ് ഇനത്തിൽപ്പെട്ട നായയുടെ സഞ്ചയനം നടന്നത്. ആ കുട്ടപ്പായി എന്ന് പറയുന്ന നായ ആ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട അരുമമൃഗമായിരുന്നു. 45 ദിവസം പ്രായമുള്ള സമയത്താണ് ആ വീട്ടിലേക്ക് ആ നായ എത്തുന്നത്. പിന്നീട് ഒരു കുഞ്ഞിനെ വളർത്തുന്നത് പോലെയാണ് ആ നായ അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവൻ നേരിട്ട് ഭക്ഷണം കഴിക്കില്ല, അവന് ചോറാണെങ്കിൽ വാരി കൊടുക്കണം, ഭക്ഷണം വാരി കൊടുക്കണം. അതായത് കുഞ്ഞുങ്ങൾക്ക് വാരി കൊടുക്കുന്നത് എങ്ങനെയാണോ അതിന് സമാനമായ രീതിയിലായിരുന്നു. അങ്ങനെ ഈ അവിടുത്തെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ തന്നെ വലിയ ഒരു അവരുടെയൊക്കെ മനസ്സിൽ ഇഴുകിച്ചേർന്ന, മനസ്സിൽ ഇളം പിടിച്ച ഒരു നായയായിരുന്നു. 11ാമത്തെ വർഷമാണ് പെട്ടെന്നൊരു ഹൃദയാഘാതം ഉണ്ടാകുകയും അത് മരണപ്പെടുകയും ചെയ്തത്. അതിൻ്റെ ഒരു ഓർമ്മകൾ അതിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു സഞ്ചയനം നടത്താൻ തീരുമാനിച്ചത്. ആ സഞ്ചയന കാർഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ കുടുംബത്തിന് ആ കുട്ടപ്പായിയോട് എത്രത്തോളം സ്നേഹമുണ്ടായിരുന്നു എന്ന് മനസ്സിലാകും. കാര്യം ആ സഞ്ചയന കാർഡിൻ്റെ അവസാനത്ത് എഴുതിയിരിക്കുന്ന അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, അവൻ്റെ ഒരു അന്ത്യയാത്ര ഏറ്റവും ഉചിതമായ രീതിയിൽ നടത്തണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സഞ്ചയനം നടത്തിയത്. നമ്മൾ ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ അപൂർവമായി അല്ലെങ്കിൽ കൗതുകകരമായി നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ കേരളത്തിൽ നടത്തിയത് ഈ കൊല്ലം ജില്ലയിലെ എഴുകോണിലാണ്. അത് ആ മൃഗത്തിനോട്, ആ മനുഷ്യന്, ആ കുടുംബത്തിനുള്ള ഒരു വ്യക്തിബന്ധത്തിൻ്റെ കാര്യം കൂടി സൂചിപ്പിക്കുന്നത് കൂടിയാണ്.